പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊല്ലപ്പെട്ടിയാക്കി നിനക്ക് ഇന്ന് മുതൽ ശിക്ഷ മണിയടി. അവിടെ നിന്നടിച്ചു ഉപ്പുകല്ല്. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്. നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ മോനെ. പ്രോബ്ലം എല്ലാം നേരത്തെ പഠിച്ചു എന്ന് തോന്നിയത് കൊണ്ടാവും. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഓ നീ പോടാ മോനെ ദിനേശ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്പീശ. അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. വേണ്ട, ഇനിയൊന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ. ആകെ തകടം മറിഞ്ഞു പോകുന്നു നമ്പീശ. എന്താ ചിരിക്കണേ? ഈ തടി ഒമ്പത്തരയൊക്കെ ഉള്ളൂ. വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഒന്ന് ഹാപ്പി ആവ് എന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല. ഒക്കെ ശരിയാക്കി എടുക്കും ഞാൻ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എന്ന് മുതലാ തുടങ്ങിയത് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ? തോറ്റു തുടങ്ങിയപ്പോ മുതൽ. நேத்து ஒருத்தர் வந்தாருமா, தாடி எல்லாம் வச்சுக்கிட்டு. அவர் பேர்ல മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ മറ്റാ വീട് കാട് കയറിയുന്നു. മോനി വീട്ടിൽ താമസിക്കാൻ പോവാ? താമസിക്കാൻ പോവുകയല്ല മുത്തപ്പ. ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് കൊല്ലങ്ങൾ എത്ര എന്ന് മുത്തപ്പനറിയാം. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തത്.